ആചാര്യജി പ്രണാമം. എന്റെ പേര് അനുഷ്ക. ഞാൻ പ്രയാഗ്രാജിൽ നിന്ന്. കുംഭം ഇത് മാത്രം? അതെ സർ, ഇത്തവണ മഹാകുംഭം നടക്കും. ഒരുപാട് ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിനാൽ ഞങ്ങൾ ഇത്തവണ ജനങ്ങളെ ഒരുമിച്ച് നിർത്തി ശരിയായ മതവും മഹാകുംഭത്തിന്റെ യഥാർത്ഥ അർത്ഥവും പറഞ്ഞുകൊടുക്കാൻ തീരുമാനിച്ചു. അതിനാൽ ഞാൻ യൂട്യൂബിൽ താങ്കളുടെ വീഡിയോകൾക്കായി ഒരുപാട് തിരഞ്ഞു. എനിക്ക് നല്ലൊരു വീഡിയോ കിട്ടിയില്ല. പക്ഷേ താങ്കളുടെ ആർട്ടിക്കിൾ ഞാൻ വായിച്ചു. അതിനാൽ എന്റെയും മുഴുവൻ പ്രയാഗ്രാജ് ടീമിന്റെയും പേരിൽ ഇത് എന്റെ അഭ്യർത്ഥനയാണ്. സർ, ദയവായി അതിന്റെ വേദാന്തിക അർത്ഥം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ വിശദീകരിക്കുക. അതുവഴി ആളുകൾക്ക് കൂടുതൽ ശരിയായ രീതിയിൽ കുംഭമേളയെക്കുറിച്ച് പൂർണ്ണമായി പറയാനും മനസ്സിലാക്കി കൊടുക്കാനും കഴിയും. പുരാണങ്ങളിൽ 2-3 സ്ഥാനങ്ങളിലാണ് കുംഭം വരുന്നത്. കഥകളും വ്യത്യസ്തമാണ്. എന്നാൽ എല്ലാ കഥകൾക്കും പൊതുവായ ഒരു കാര്യമുണ്ട്. 4 സ്ഥലങ്ങളിൽ തുള്ളി വീണു. ഏറ്റവും ജനപ്രിയമായ ഒരു കഥ എടുക്കാം. ഏറ്റവും ജനപ്രിയ കഥയിൽ ദേവന്മാരും അസുരന്മാരുണ്ട്. എന്നാൽ രണ്ടുപേരും തമ്മിൽ എന്ത് അഭിപ്രായ വ്യത്യാസങ്ങളും വിദ്വേഷവും ഉണ്ടായാലും അതിനുശേഷം ഒരു പൊതു ആഗ്രഹമുണ്ട്. എങ്ങനെയെങ്കിലും മരിക്കുന്നതിൽ നിന്ന് രക്ഷ നേടണം. എങ്ങനെയെങ്കിലും മരിക്കുന്നതിൽ നിന്ന് രക്ഷ നേടണം. ആരാണ് ഈ ദേവന്മാരും അസുരന്മാരും? ഇവ രണ്ടും അഹംഭാവത്തിന്റെ രൂപങ്ങളാണ്. ദൈവവും അഹം തന്നെയാണ്. ഭൂതവും അഹം തന്നെയാണ്. അഹംഭാവം മരിക്കുന്നത് ഒഴിവാക്കുവാൻ ആഗ്രഹിക്കുന്നു. മരിച്ച മനുഷ്യന്റെ ജീവൻ അപകടത്തിൽ. അതിനാൽ ഒരേ ഒരു വ്യത്യാസം, സത്യത്തിൽ നിന്ന് അകലം പാലിക്കുന്ന ആത്മാഭിമാനമുള്ള അഹംഭാവികളാണെന്ന് നിങ്ങൾക്ക് ദൈവങ്ങളെ വിളിക്കാം. പക്ഷേ അവരുടെ മുഖം സത്യത്തിലേക്ക് തന്നെ തുടരുന്നു. അതുകൊണ്ട് തന്നെ തല്ലുകിട്ടുമ്പോൾ അവൻ ഓടിപ്പോകും. എന്നിട്ട് എല്ലാ ദേവന്മാരും ഓടി മഹാദേവനെ ശരണം പ്രാപിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് പലപ്പോഴും അടികിട്ടുമ്പോഴെല്ലാം അവന് കുറച്ച് ബുദ്ധി കിട്ടും. അവന്റെ മുഖം സത്യത്തിന് നേരെയാണ്. പക്ഷേ അവൻ സ്വയം സത്യമല്ല, സത്യത്തിൽ നിന്ന് അകലം പാലിക്കുന്നു. അതിനാൽ ദൈവങ്ങൾക്കുണ്ടായിരിക്കാവുന്ന എല്ലാ മോശം ഗുണങ്ങളും നിങ്ങൾ കണ്ടെത്തുന്നു. ദൈവങ്ങൾക്കും അത്യാഗ്രഹമുണ്ട്. ദൈവങ്ങളും വഞ്ചനയും ചെയ്യുന്നു. ദൈവങ്ങൾക്കും ഭയമുണ്ട്. ദൈവങ്ങളും മോഷണം ചെയ്യുന്നു. കാമവുമായി ബന്ധപ്പെട്ട വലിയ കഥകൾ വരുന്നുണ്ട്. ഇതെല്ലാം ദേവന്മാരിലുണ്ടാകുന്നു. അസുരന്മാരിലും ഇത് സംഭവിക്കുന്നു. അഹംഭാവമുണ്ട്. അസുരന്മാരിൽ ഭ്രമാത്മകമായ അഹംഭാവവും തെറ്റായ അഹംഭാവവുമാണ്. അതിനാൽ അസുരന്മാർ പരാജയപ്പെടുമ്പോൾ നമുക്ക് പലപ്പോഴും പഠിക്കാൻ ലഭിക്കില്ല. അസുരന്മാർ മഹാദേവന്റെ അടുത്തോ അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ അടുത്തോ പോകുന്നില്ല. അങ്ങനെ നടക്കില്ല. അവരുടെ ഗുരുവും വ്യത്യസ്തമാണ്. അസുരന്മാരുടെ ഗുരുവിന്റെ പേരെന്താണ്? ശുക്രാചാര്യൻ. അവരുടെ ഗുരുവും വ്യത്യസ്തമാണ്. അസുരാചാര്യൻ, ശുക്രാചാര്യൻ. നല്ല പേര് കണ്ടെത്തി. എന്തായാലും ഉപയോഗിക്കും. ആ പേരിൽ നിന്ന് എന്നെക്കുറിച്ചല്ല, നിങ്ങളെക്കുറിച്ച് മാത്രമേ അറിയുവാൻ കഴിയൂ. അതായത് പണ്ട് അവർ തമ്മിൽ ഒരുപാട് വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഒരു വിഷയത്തിൽ അവർ ധാരണയിലെത്തുന്നു. ഇപ്പോൾ ഞങ്ങൾ സഹകരിക്കുമെന്ന് അവർ പറയുന്നു. എന്താണ് ഈ സഹകരണത്തിന്റെ പ്രശ്നം? ഏതെങ്കിലും വിധത്തിൽ അനശ്വരനാകുക. അങ്ങനെ അവർ അനശ്വരനാകാൻ പോകുന്നു. വിഷ്ണു അവരോട് പറയുന്നു, അതായത് എന്തെന്ന് വെച്ചാൽ ഇത് മുഴുവൻ സമുദ്രമാണ്. അതിന് താഴെ എവിടെയോ അമൃതുണ്ട്. അപ്പോൾ എന്താണ് ഇതിന്റെ അർത്ഥം? ഭൂമി ചെറുതും അതോടൊപ്പം വെള്ളത്തിൽ മുങ്ങിയ പ്രദേശം വലുതുമാണ്. ദേവന്മാരും അസുരന്മാരും ഭൂമിയിലെ എല്ലാ വസ്തുക്കളും ഉപയോഗിച്ചു. എന്നാൽ അതിനുശേഷവും അത്യാഗ്രഹവും മരണഭയവും അവരിൽ നിലനിന്നു. അതിനാൽ വലിയ പ്രദേശം പുറത്തല്ല. ദേവന്മാരും അസുരന്മാരും അനുഭവിച്ചറിഞ്ഞത് ആന്തരികമാണ്.
അതിനാൽ ഇപ്പോൾ ആരംഭിക്കുന്ന സമുദ്രം അതിൻ്റെ ഉള്ളിലെ സമുദ്രമാണ്. അത് അസ്തിത്വത്തിൻ്റെ സമുദ്രമാണ്. ദേവന്മാരെ, അസുരന്മാരെ, പണം, അധികാരം, പദവി, സ്ഥാനമാനങ്ങൾ, സ്ത്രീകൾ, പുരുഷന്മാർ, ഈ ലോകത്ത് നേടാൻ കഴിയുന്നതെല്ലാം നിങ്ങൾ നേടിയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സംതൃപ്തിയും ലഭിച്ചിട്ടില്ല. അതിനാൽ ദൈവം രണ്ടുപേരോടും പറയുന്നു, ഇപ്പോൾ ഇരുവരും ഒരുമിച്ച് ആത്മപരിശോധന ആരംഭിക്കൂ. അതിനാൽ സമുദ്രം അലറുന്നത് യഥാർത്ഥത്തിൽ ആത്മപരിശോധനയാണ്. കൂടാതെ ആത്മപരിശോധന പുറത്തുള്ള ഏതൊരു തിരയലിനേക്കാളും ബുദ്ധിമുട്ടുമാണ്. ഭൂമിയിൽ 30%, കരയും 70% ഉള്ളതുപോലെ. എവറസ്റ്റിന്റെ ഉയരം 9 കിലോമീറ്ററാണ്. എന്നാൽ കടലിലെ ഏറ്റവും ആഴമേറിയ സ്ഥലത്തിന് 11 കിലോമീറ്റർ ആഴമുണ്ട്. ഭൂമിയുടെ ഓരോ വിസ്തീർണവും ഓരോ പോയിന്റും നമ്മളിപ്പോൾ തന്നെ അളവുകൾ എടുത്തിട്ടുണ്ട്. അവയെ കാർട്ടോളജി വഴി, ഉപഗ്രഹം വഴി മാപ്പിലിട്ടു. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഞങ്ങൾക്ക് ഇപ്പോഴും അതറിയില്ല. നമ്മുടെ പക്കലുള്ള സമുദ്രനിരപ്പ് മാപ്പിംഗ് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. സമുദ്രങ്ങളുടെ പൂർണ്ണമായ ഭൂപടം നമുക്കറിയില്ല. MH370 എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? മലേഷ്യൻ എയർലൈൻസ്. അത് മലേഷ്യയിൽ നിന്ന് പറന്നു. തുടർന്ന് അപ്രത്യക്ഷമായി. അത് ഇന്നുവരെ കണ്ടെത്താനായിട്ടില്ല. ഇപ്പോൾ 8-10 വർഷമായി. നിലത്ത് വീണിരുന്നുവെങ്കിൽ തീർച്ചയായും കണ്ടെത്താമായിരുന്നു. കടലിൽ വീണതുകൊണ്ട് കണ്ടെത്താനായിട്ടില്ല. ഇന്നും കടലിന്റെ പൂർണ്ണമായ ഭൂപടം നമ്മുടെ പക്കലില്ല. നമ്മൾ ചന്ദ്രനിലെത്തി, ചൊവ്വയിലെത്തി. എന്നാൽ നമ്മുടെ സമുദ്രങ്ങളെക്കുറിച്ച് പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമല്ല. അജ്ഞാതമായതിനെ നമ്മൾ സമുദ്രമെന്ന് വിളിക്കുന്നു. ദേവന്മാരെ, അസുരന്മാരെ, നിങ്ങൾ രണ്ടുപേരും ലോകത്തെ അറിയുന്നു, ലോകത്തെ ഭരിക്കുന്നു. എന്നാൽ സ്വയം അറിയുന്നില്ല. ഈ ആന്തരിക കാര്യം നിങ്ങൾക്കറിയില്ല. ഇവിടെയാണ് അമൃത് ലഭിക്കുന്നത്. പരിശോധന തുടങ്ങുക. സമുദ്രം എന്തിനെ പ്രതീകപ്പെടുത്തുന്നു? അതെ, മനസ്സിന്റെ അഹംഭാവത്തിന്റെ മുഴുവൻ മേഖലയും. അത് ചെറുതായി കാണപ്പെടുന്നു. ലോകം വളരെ വലുതാണ്. പൊതുവെ അത് വളരെ ചെറുതായി കണക്കാക്കപ്പെടുന്നു. ലോകം അത്ര വലുതല്ല. അത് ലോകത്തേക്കാൾ വളരെ വലുതാണ്. ലോകം മുഴുവൻ തിരയുന്നത് എളുപ്പമാണ്, അറിയാൻ പ്രയാസവുമാണ്. ഇതല്ലാതെ ലോകം മുഴുവൻ തിരഞ്ഞാലും അനശ്വരത ലഭിക്കില്ല. അനശ്വരത തിരച്ചിലിലൂടെ മാത്രമേ കൈവരൂ. അത് കൂടുതൽ ബുദ്ധിമുട്ടാണ് താനും. അതിനാൽ സമുദ്രം കലർത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. കാര്യം മനസ്സിലാകുന്നുണ്ടോ? ഈ ജോലി ഇവർ രണ്ടുപേരും മുൻപ് ഒരിക്കലും ചെയ്തിരുന്നില്ല. പലതരത്തിലുള്ള ആൾക്കാരിൽ ചിലപ്പോൾ ദേവന്മാർ ജയിക്കുമായിരുന്നു, അസുരന്മാർ ജയിക്കുമായിരുന്നു. പിന്നെ എന്തായിരുന്നു ഇവരുടെ ജോലി? ഒന്നിനു പുറകെ ഒന്നായി ആയിരക്കണക്കിന് കഥകളുണ്ട്. അങ്ങനെ ഒരു അസുരൻ, അവൻ ഇത് ചെയ്തു, അവൻ അത് ചെയ്തു. ദൃശ്യലോകത്ത് സംഭവിക്കാവുന്നതെല്ലാം അവൻ ഇതിനകം ഇത് അനുഭവിച്ചിട്ടുണ്ട്. അത് അനുഭവിച്ചതിന് ശേഷം അവൻ എങ്ങനെയായിരുന്നു? കുലുങ്ങി, തീർത്തും ഭയന്നു. അതുകൊണ്ട് അവരോട് ആത്മപരിശോധന തുടങ്ങുവാൻ പറഞ്ഞു. ഇപ്പോൾ ആത്മപരിശോധനയിൽ എന്ത് സംഭവിച്ചാലും ഇതെല്ലാം ശരിക്കും ആന്തരിക സംഭവങ്ങളുടെ പ്രതീകങ്ങളാണ്. അപ്പോൾ മന്ദരാഞ്ചൽ പർവ്വതം, അവർ അതിനെ മഥനിയാക്കി. മഥനി. അതുപോലെ തന്നെ പാമ്പുകളുടെ രാജാവായ വാസുകി അതിനെന്ത് ചെയ്തു? അതിനെ കയറാക്കി. അതിനെ കടലിലിട്ട് കടഞ്ഞാൽ എന്തെങ്കിലും പുറത്തു വരുമെന്ന്. ഇപ്പോൾ ഒരു പർവ്വതം വച്ചു. അവിടെ ഒരു വലിയ പാമ്പുണ്ടായിരുന്നു. അതിന്റെ വായിൽ അസുരന്മാർ പിടിച്ചിരുന്നു. അതിന്റെ വാൽ ദേവന്മാരും പിടിച്ചിരുന്നു, വലിക്കുന്നു. ഈ രീതിയിൽ ചീറ്റൽ നടക്കുന്നു, മഥനം നടന്നു. അതിനർത്ഥം സ്വയം ഉള്ളിൽ കയറിയ ശേഷം നോക്കുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഒരു വലിയ പർവ്വതം വേണം, ഏറ്റവും വലിയ പാമ്പ് വേണമെന്ന് വച്ചാൽ ഏറ്റവും വലിയ കയർ വേണം. ഉള്ളിലേക്ക് പോവുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പുറത്ത് ആർക്ക് വേണമെങ്കിലും കറങ്ങാം. എന്താണ് സംഭവിക്കുന്നതെന്ന് കാണുവാൻ ഉള്ളിലേക്ക് നോക്കുക. അതുകൊണ്ട് അവൻ ഇതെല്ലാം ആരംഭിക്കുന്നു. പറയുന്നത്, കയറിൽ വഴുതി താഴെ വീഴരുത്. മഹാവിഷ്ണു ആമയുടെ രൂപത്തിലിരിക്കുന്നു. വഴുതി വീണാൽ താഴെ നിന്ന് തടയും. അതിനർത്ഥം ഒരാൾ ഏറ്റവും വലിയ ശക്തിയുടെ പിന്തുണ സ്വീകരിക്കണം.
അപ്പോൾ ഈ ആന്തരിക പ്രക്രിയ പൂർത്തിയാകും. അവൻ സ്വയം ആമയുടെ രൂപത്തിൽ തന്റെ മുതുകിൽ പർവ്വതവുമായിരിക്കുന്നു. അർത്ഥമെന്താണ്? അതിന് പിന്തുണയില്ലെങ്കിൽ, അതിനോട് വിശ്വസ്തതയും അർപ്പണബോധവുമില്ലെങ്കിൽ, അപ്പോൾ സ്വയം നിരീക്ഷണം ഒരിക്കലും പ്രബുദ്ധതയിലേക്ക് നയിക്കില്ല. വേദാന്തത്തിന്റെ ഭാഷയിൽ സത്യത്തോട് സ്നേഹമുണ്ടായിരിക്കണം. നീതിയുടെ ഭാഷയിൽ സത്യത്തിനോടല്ലാതെ മറ്റൊന്നിനോടും സ്നേഹമുണ്ടാകുവാൻ പാടില്ല. മറ്റെല്ലാ പിന്തുണകളും നിങ്ങൾ നിരസിക്കുമ്പോൾ ആ പിന്തുണ സ്വയമേവ ലഭ്യമാകും. അതിലൂടെ അമൃത് അത് കിട്ടും, ലഭ്യമാകും. ആരാണോ മറ്റെല്ലാ പിന്തുണകളും മുറുകെ പിടിക്കുന്നത്, ആ പിന്തുണകൾ തന്നെയാണ് മരണം. അവർക്കിങ്ങനെ അമൃത് ലഭിക്കും. ആർക്കാണോ അമൃത് വേണ്ടത്, അവർ ഒന്നാമതായി പിന്തുണ ഉപേക്ഷിക്കുക. പിന്തുണ തന്നെ മരണമാണ്. നിങ്ങൾ ആരെയാണോ പിടിച്ചിരിക്കുന്നത്, അത് സ്വയം മരണധർമ്മമാണ്. അപ്പോൾ അവനെ ആശ്രയിച്ച് എങ്ങനെ അതിജീവിക്കും? അങ്ങനെ അവൻ മസ്തിഷ്ക പ്രക്ഷോഭം തുടങ്ങി, ബലപ്രയോഗത്തിലൂടെ. തുടക്കത്തിൽ തന്നെ ഒരു പ്രശ്നമുണ്ടായി. എന്താണ് പ്രശ്നം? എന്താണ് പുറത്തു വന്നത്? നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ ആന്തരിക പ്രക്രിയ ആരംഭിക്കുമ്പോൾ ഏറ്റവും വലിയ അപകടം തുടക്കത്തിൽ തന്നെ ഉണ്ടാകുന്നു. ആദ്യം പുറത്തു വന്നത് ഹലാഹൽ പൂർണ്ണമായും പുറത്തു വന്നു. അത് വളരെ ചൂടുള്ളതും കത്തുന്നതും, അതിൽ നിന്ന് പുകയും പുറത്തു വരികയും ചെയ്തു. ധാരാളം പുക. ലോകം മുഴുവനും കത്തിയെരിയുമെന്ന് എല്ലാവർക്കും തോന്നി. എല്ലാവരും പേടിച്ചുപോയി. വിഷ്ണു അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം സമുദ്രത്തിന് താഴെയാണിരിക്കുന്നത്. അവർ അതെല്ലാം എടുത്ത് അവരുടെ അടുത്തേക്ക് ഓടി, മഹാദേവന്റെ അടുത്തേക്ക് ഓടി. ഞങ്ങൾ മദനം ചെയ്ത് വിഷം പുറത്തെടുത്തു. അത് മുഴുവൻ ലോകത്തെയും അഗ്നിക്കിരയാക്കുന്നു. എന്തു ചെയ്യും? മഹാദേവൻ പറഞ്ഞിട്ടുണ്ടാകണം, എന്നോട് ചോദിച്ചിട്ടാണോ ഇതെല്ലാം ചെയ്തതെന്ന്. പക്ഷെ അദ്ദേഹം അങ്ങനെ ചോദിക്കില്ല. കൊണ്ടുവരിക. ഇപ്പോൾ നിങ്ങൾ മുഴുവൻ സൃഷ്ടികളെയും നശിപ്പിച്ചാൽ അതെന്റെ അവകാശങ്ങളുടെ ലംഘനമാകും. പ്രപഞ്ചത്തെ നശിപ്പിക്കുക എന്നത് എന്റെ ജോലിയാണ്. നിങ്ങൾ കുട്ടികളെ ഇത് ചെയ്യുവാൻ അനുവദിക്കില്ല. ചെയ്യുമ്പോൾ ഞങ്ങൾ ചെയ്യും. കൊണ്ടുവരൂ. മഹാദേവൻ വിഴുങ്ങി. അത് അദ്ദേഹത്തിന്റെ കഴുത്തിൽ വന്നിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ നീലകണ്ഠൻ എന്ന് വിളിച്ചു. അതായത് നമ്മൾ ഓരോരുത്തരും, ഓരോ മനുഷ്യരും വിഷത്തെ സഹിക്കുവാൻ കഴിയുന്നവരാണ് നമ്മൾ. ആ വിഷത്തെ നമ്മുടെ കേന്ദ്രമായ ആത്മാവിനെ സ്പർശിക്കുവാൻ അനുവദിക്കാതെ. ഇതാണ് ശിവത്വം. വിഷത്തെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല. മരിക്കാൻ ഭയക്കുന്നവൻ വിഷത്തെയും ഭയപ്പെടുന്നു. ഞങ്ങൾ മുന്നോട്ട് പോയി വിഷം കുടിക്കുന്നു. ഇതാണ് ശിവത്വം. മനസ്സിലാകുന്നുണ്ടോ കാര്യം? മാലിന്യം, അഴുക്ക്. നമ്മൾ മാലിന്യത്തിൽ നിന്നും പുറകോട്ട് പോകുന്നില്ല. ലോകം ഏതു മാലിന്യത്തെയാണോ പേടിക്കുന്നത്, അത് നമ്മൾ സഹിക്കുന്നു. കാരണം നമ്മൾ വൃത്തികെട്ടവരാകുമെന്ന് ഭയപ്പെടുന്നു. നിങ്ങൾ വൃത്തികെട്ടവരാകും. കാരണം നിങ്ങൾ വൃത്തികെട്ടവരാണ്. എത്ര വൃത്തികേടിൽ കയറിയാലും വൃത്തികേടാകാൻ പറ്റാത്തതിനാൽ നമുക്ക് പേടിയില്ല. ഞങ്ങൾ ശിവനാണ്. അതുകൊണ്ട് തന്നെ പേടിയില്ലാതെ നമ്മൾ അഴുക്കുചാലിൽ കയറുന്നു. അർത്ഥം മനസ്സിലായോ? അഹംഭാവത്തിൽ ബാധിക്കുന്നു. അത് ആത്മാവിനെ ബാധിക്കുന്നില്ല. അപ്പോൾ കൂട്ടുകെട്ട് പാലിക്കേണ്ടത് ആരാണ്? അഹന്ത. അഹന്തയ്ക്ക് ആശ്രയിക്കുന്നവൻ മനഃപൂർവ്വം ചീത്ത കൂട്ടുകെട്ട് തിരഞ്ഞെടുക്കുന്നു. എന്തിനു വേണ്ടി? വൃത്തിയാക്കലിന് വേണ്ടി അവൻ പറയുന്നു, കൊണ്ടുവരൂവെന്ന്. എല്ലാ വിഷവും നമുക്ക് തരുമെന്ന്. അങ്ങനെ അവർ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ഓടി. ഇപ്പോൾ വിഷം തുടക്കത്തിൽ തന്നെ പുറത്തു വന്നു. ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? നിങ്ങളൊരു ആത്മപ്രക്രിയ ചെയ്യുമ്പോഴെല്ലാം ഏറ്റവും വലിയ അപകടം ആരംഭത്തിലാണ്. ഏറ്റവും ശക്തമായ വിഷം തുടക്കത്തിൽ തന്നെ കണ്ടെത്തും. ഒരു ഉദാഹരണം പറയാം. ഗീതാസമാഗമം ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നവരിൽ 90% 1-2 മാസമായവരായിരിക്കും. 1-2 മാസം നടക്കുന്നത് കൂടിയാൽ 3.
അവരാണ് ഏറ്റവും വലിയ അപകടത്തിലുള്ളത്. അവരാണ് ഓടുന്നത്. വളരെ ശക്തമായ ഒരു തിരിച്ചടിയുണ്ട്. വളരെ ശക്തമായ. അത് സഹിച്ച ഒരാൾക്കിപ്പോൾ അപകടം വളരെ കുറവാണ്. പക്ഷേ ആർക്കാണോ മരിക്കേണ്ട, വീഴേണ്ടത്, തകരേണ്ടത്, അവൻ തുടക്കത്തിൽ തന്നെ തകരും. തുടക്കത്തിൽ തന്നെ ഹലാഹൽ പ്രത്യക്ഷപ്പെടുന്നത് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്കറിയാം അപകടകരമായ എന്തെങ്കിലും ആരംഭിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. ഇത് ആരംഭിക്കാൻ അനുവദിക്കരുത്, തുടക്കത്തിൽ തന്നെ നിർത്തുക. അതിനാൽ പ്രാരംഭമാസങ്ങൾ ഏറ്റവും അപകടകരവും ഏറ്റവും സെൻസിറ്റീവുമാണ്. പ്രാരംഭമാസങ്ങളിൽ നിങ്ങൾ അതിജീവിച്ചാൽ നിങ്ങൾ തീർച്ചയായും രക്ഷിക്കപ്പെടും. വീഴുന്നവൻ തുടക്കത്തിൽ തന്നെ വീഴും. ആരാണോ നിലനിൽക്കുന്നത് 6 മാസം, 8 മാസം, 1 വർഷം മുഴുവൻ, അവനെ ചവിട്ടിയാലും അവൻ തിരിച്ചു വരും. പോകണ്ട എന്ന് പറഞ്ഞു. മനസ്സിലായ കാര്യം? അന്നും അത് സംഭവിച്ചു, ഇന്നും അത് നടക്കുന്നു. എന്തു ചെയ്യും? നിങ്ങൾ ആത്മപരിശോധന ആരംഭിക്കും. തുടക്കത്തിൽ തന്നെ തിളക്കമുള്ള വിഷം കണ്ടെത്തും. വിഷം നിങ്ങളെ ഭയപ്പെടുത്തും. നിങ്ങൾ പറയും, നമ്മൾ ഇതൊന്നും ചെയ്യേണ്ടതില്ല. ആദ്യം മുതൽ തന്നെ ഇതിൽ വിഷമുണ്ടെന്ന്. തുടക്കത്തിൽ വിഷമുണ്ടെങ്കിൽ മുന്നോട്ട് എന്താകുമെന്നറിയില്ല. നേരെ മരണം വരും. തടയൂ, നിർത്തരുത്. ആ പ്രാരംഭ കടമ്പ കടന്നാൽ പിന്നെ ഒരുപാട് രസമുണ്ട് മുന്നിൽ. എന്ത് രസമാണ് മുന്നിൽ? അവർക്ക് എന്തെല്ലാം ലഭിച്ചു? ഐരാവത്, ആന വന്നു. ലക്ഷ്മിയും മറ്റ് ദേവതകളും വന്നു. അപ്സരസുകൾ വന്നു. കാമധേനു വന്നു. കൽപ്പകവൃക്ഷം വന്നു. പലതരത്തിലുള്ള രത്നങ്ങൾ, മുത്തുകൾ, ഇതെല്ലാം വന്നു. ആ ധന്വന്തരി വൈദ്യൻ വന്നു. ആരാണ് ആ സഹോദരൻ? ആർക്കിടെക്ട്. അവന്റെ പേരെന്താണ്? വിശ്വകർമ്മ. ശില്പി വിശ്വകർമ്മ വന്നു. ഇവയെല്ലാം ഒന്നിനു പുറകെ ഒന്നായി വന്നു. ഗുഡീസ് 1 4 അല്ല, കൂടുതൽ കാണും. ഉച്ചൈസ്രവ കുതിര വന്നു. ഒരുപാട് സാധനങ്ങളും വന്നു. ഒരുപാട് 14 ഐരാവത ആനകൾ. അങ്ങനെ 14 തരം വ്യക്തിത്വങ്ങൾ അവിടെ നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. ഇനി എന്താണ് ഇതിന്റെ അർത്ഥം? മായ ഉള്ളിലിരിക്കുന്നു. നിങ്ങൾ ആത്മപരിശോധന ആരംഭിക്കുമ്പോൾ ആദ്യം നിങ്ങളെ പേടിപ്പിച്ച് തടയുന്നു. തുടക്കത്തിൽ അത്യാഗ്രഹത്തിന്റെ വിഷം അവനെ തടയുന്നു. അതിനുശേഷം ഇപ്പോൾ അവൻ അത്ഭുതകരമായ കാര്യങ്ങൾ നൽകി തടയുന്നു. അവന് അപ്സരസ് നൽകി, അവന് പശു നൽകി, അവനൊരു കുതിരയെ നൽകി, അവന് പണം നൽകി. ഇവിടെ നിൽക്കൂ, മുന്നോട്ട് പോകരുത്. വലിയ കാര്യങ്ങൾ കിട്ടിയില്ലേ? മുന്നോട്ട് എന്തറിയാനാ? ഇതൊക്കെ അത്ഭുതകരമായ കാര്യങ്ങളാണ്. ഇനി അമൃത് കൊണ്ടുവന്ന് നിങ്ങൾ എന്തു ചെയ്യും? മൃത്യോർമ്മ അമൃതം ഗമയ. അതിലെ അമൃത് ആത്മാവാണ്. ആത്മാവാണ് അമൃത്. മായ ആത്മപരിശോധനയിൽ ഭയപ്പെടുത്തി തടയുന്നു. പേടിക്കാതെ വേഗത്തിൽ പോകുന്നവൻ, അല്ലെങ്കിൽ എന്തെങ്കിലും പരിഹാരം കണ്ടെത്തുന്നവൻ, അവന് മഹാദേവനെ പോലെ ആരെങ്കിലും കണ്ടെത്തണം. കൊണ്ടുവരൂ, വിഷം നിന്റേതാണ്. പക്ഷേ ഞാനത് സ്വീകരിച്ചോളാം, ഞാൻ കുടിക്കും. എന്തെങ്കിലും കാരണത്താൽ ആരെങ്കിലും ഭയന്ന് രക്ഷപ്പെട്ടാൽ മായ അവനെ പ്രലോഭിപ്പിച്ച് തടയുന്നു. വലിയ നല്ല കാര്യങ്ങൾ പുറത്തുവരുന്നു. ഇത് നല്ലതാണ്. ദേവന്മാർ പോലും സന്തോഷിക്കുന്നു. അസുരന്മാരും സന്തോഷിക്കുന്നു. അവസാനം കുംഭം പുറത്തുവരുന്നു. കുംഭമെന്നാൽ പാത്രമെന്നാണ്, കുടം എന്നൊക്കെ പറയും. ഇത് പുറത്തു വരുന്നു. ഇപ്പോൾ ഇതാണ് യഥാർത്ഥ കാര്യം. ഇത് പുറത്തു വന്നു. മാർഗം. ഇപ്പോൾ ഒരു ബഹളമാണ്. 2 പേർക്കും അഹന്തയാണ്. ദൈവത്തിനും അസുരന്മാരും 2 പേർക്കും എല്ലാ സഹജവാസനകളുമുണ്ട്. അതിനാൽ ഇന്ദ്രൻ തന്റെ മകൻ ജയന്തിനോട് പറയുന്നു, നീ എടുത്ത് പുറത്തു കിടക്ക്. എല്ലാവരും ഇതിന് കൈയടിക്കുന്നു. മിഷൻ സക്സസ്ഫുൾ. അസുരന്മാർ ഈ വൃത്തികെട്ട കളി ആരംഭിച്ചതായി കണ്ടു. അവർ അവനെ പിന്തുടർന്നു. അവനെ വേദനിപ്പിച്ചപ്പോൾ ദേവരാജ് ഇന്ദ്രന്റെ പുത്രനായിരുന്നു. അവൻ അങ്ങനെ എല്ലാ ദൈവങ്ങളും വന്ന് അവന്റെ പക്ഷത്തിൽ നിന്നു. അങ്ങനെ അവർ യുദ്ധം തുടങ്ങി. അവരുടെ പോരാട്ടം 12 ദിവസം തുടർന്നു. ഈ 12 ദിവസങ്ങളിൽ കുംഭം 4 അല്ല, 12 ഉണ്ട്. ഇവിടെ ഭൂമിയിൽ 4 മുകളിൽ 8 പേർ ഉണ്ടെന്നും
12 ദിവസം യുദ്ധം നടന്നു. ദൈവങ്ങൾ ഒരു ദിവസം മനുഷ്യന്മാരുടെ ഒരു വർഷത്തിന് തുല്യമാണ്. അതിനാൽ 12 കുംഭമുണ്ട്. നമുക്ക് 4 മാത്രമാണ് കിട്ടുന്നത്. ശേഷിക്കുന്ന 8 അവിടെയുണ്ട്. VIP. അതായത് യുദ്ധം നടക്കുന്നിടത്ത് സാധാരണയായി അസുരന്മാർക്ക് സംഭാവനകളേക്കാൾ കൂടുതലായിരുന്നു മുൻതൂക്കം. അങ്ങനെ ദൈവങ്ങൾക്ക് വീണ്ടും അടികിട്ടുവാൻ തുടങ്ങി. ചിലപ്പോൾ ദേവി അവരെ രക്ഷിക്കുവാൻ വന്നു. ഇതാണ് അവർക്ക് അവശേഷിക്കുന്നത്. അങ്ങനെ അപ്പോഴേക്കും മഹാവിഷ്ണു പോലും അല്പം സ്വതന്ത്രനായിരുന്നു. അതുപോലെ തന്നെ തുടർന്നു. ആമയായി. ഇപ്പോൾ സാധനങ്ങൾ പുറത്തു വന്നു. അപ്പോൾ അദ്ദേഹവും പുറത്തിറങ്ങി. ഇവിടെ കണ്ടതെന്താണ്? ദേവന്മാർ വീണ്ടും അടിമേടിക്കുന്നു. പിന്നെ വിഷ്ണു ആമയിൽ നിന്ന് മോഹിനിയായി മാറി. പാവപ്പെട്ട അസുരന്മാരോട് സത്യസന്ധതയില്ലായ്മയാണ് കാണിച്ചത്. അങ്ങനെ മോഹിനിയായി മാറി നൃത്തം ചെയ്യുവാൻ തുടങ്ങി. അവർ നൃത്തം ചെയ്യുവാൻ തുടങ്ങി. എല്ലാ അസുരന്മാരും നൃത്തം ചെയ്യുവാൻ തുടങ്ങി. അതിനിടയിൽ അവൻ പാത്രം ദൈവങ്ങളുടെ അടുത്തേക്ക് നീക്കി. വേഗത്തിൽ കുടിക്കൂ, ഞാൻ അത്രയും അവരെ നൃത്തം ചെയ്യിപ്പിച്ചോളാം. അപ്പോൾ അവരിൽ ഒരാളുണ്ടായിരുന്നു. അവന്റെ പേരെന്താണ്? രാഹു. ഗ്രഹണമുള്ളവൻ. അപ്പോൾ അദ്ദേഹം അതൊരു തട്ടിപ്പാണെന്ന് കണ്ടു. തട്ടിപ്പ്. അതുകൊണ്ട് നിനക്ക് മോഹിനിയാകാമെങ്കിൽ എനിക്ക് ദൈവമാകാം. അങ്ങനെ ദൈവമായി മാറി അമൃത് കുടിക്കുകയും ചെയ്യും. ഇതെല്ലാം മനസ്സിലാക്കിയാൽ വേദാന്തത്തിൽ ദീക്ഷ എടുക്കുന്ന ഒരാൾക്ക് ഇവയിൽ ഓരോന്നും എന്താണ് അർത്ഥമാക്കുന്നതെന്ന് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ കുടിക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെ അവൻ അതെടുത്ത് കുടിച്ചു. ബാക്കിയുള്ളവരെയും കുടിപ്പിക്കും. അതിനിടയിൽ ദേവന്മാർ അവനെ പിന്തുടരുന്നു. മറുവശത്ത് നിന്ന് അസുരന്മാരും അവനെ പിന്തുടരുന്നു. ഇരുവരും ചേർന്ന് അവനെ പിന്തുടരുന്നു. അങ്ങനെ ആ പാപം വല്ലാതെ പേടിച്ചും പോയി. അങ്ങനെ പേടിച്ചപ്പോൾ കൈകൾ വിറയ്ക്കുവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആകാശത്ത് പറന്നു. ആ തുള്ളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീണു എന്നാണ് പറയപ്പെടുന്നത്. 4 സ്ഥലങ്ങളിൽ. നദിയുടെ അതേ തീരത്ത് തുടർന്ന് കുംഭം ആഘോഷിക്കുന്നു. പിന്നെ പിടിക്കപ്പെട്ടു. പക്ഷേ അപ്പോഴേക്കും അവൻ അനശ്വരനായി കഴിഞ്ഞിരുന്നു. ഇയാളെ പിടികൂടി വെട്ടി വീഴ്ത്തി. ഈ മോഷണം നടക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും അവിടെ വന്ന് അവന്റെ മേൽ പ്രകാശം പരത്തി, കള്ളന്മാരെ ടോർച്ചടിച്ചു പിടിക്കുന്നത് പോലെ. നിങ്ങൾ എന്നെ വെട്ടിയതുപോലെ ഞാൻ നിങ്ങളെയും വെട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഗ്രഹണം ചെയ്യുന്നു. സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം ചെയ്യുന്നു. നിങ്ങളാണ് പിടിക്കുവാനുള്ള കാരണം. അതിനാൽ വർഷത്തിലെ ഒരു ദിവസം ഞാൻ നിങ്ങളെ ഭക്ഷിക്കും. ഇതൊരു കഥയാണെങ്കിൽ എന്താണർത്ഥം? ഈ കഥയുടെ കേന്ദ്രം അമൃതാണ്. അമൃത് കേന്ദ്രത്തിലാണ്. അമൃത് എവിടെ കിട്ടും? ആത്മപരിശോധന. അതായത് ആത്മപരിശോധനയിലൂടെ ഒരുവൻ സ്വയം എത്രത്തോളം അറിയുന്നുവോ അത്രയധികം അവൻ സ്വയം മരണത്തിൽ നിന്ന് മുക്തനാകും. നാം എന്തായിത്തീർന്നുവോ അത് മരണമാണ്. നിങ്ങൾ സ്വയം കരുതുന്നതിൻ്റെ പേര് മരണമെന്നാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കുംതോറും മനസ്സിലാകുന്നു, എന്നെക്കുറിച്ച് ഞാൻ വിശ്വസിക്കുന്നതെല്ലാം വെറുതെയാണെന്ന്. ഞാൻ ആ വ്യക്തിയല്ല. നിഷേധം, നേതി. അമൃതെന്നാൽ ഒന്നും നേടുകയല്ല. അമൃതെന്നാൽ മരണത്തിൽ നിന്ന് മുക്തമാണ്. ഈ അമൃതെന്നാൽ മരണത്തിൽ നിന്ന് മുക്തമാണ്. വിഷം കഴിക്കുന്ന ഒരാൾ മരണത്തിൽ നിന്ന് മുക്തനാകില്ല. രത്നം, കാമധേനു, കൽപ്പവൃക്ഷം എന്നിവയിൽ നിർത്തുന്നവന് മരണത്തിൽ നിന്ന് സ്വയം മോചിതനാകുവാനും കഴിയില്ല. അവൻ തന്റെ ഏതെങ്കിലും തെറ്റായ ഐഡന്റിറ്റികളിലും അവയിൽ നിന്നുദ്ഭവിക്കുന്ന ആഗ്രഹങ്ങളിലും മുറുകെ പിടിക്കുകയാണെങ്കിൽ അവൻ മരണത്തിൽ കുടുങ്ങിക്കിടക്കും. ഇതാണ് കുംഭത്തിന്റെ കഥയുടെ കാതൽ. നിങ്ങൾ എന്തായിരുന്നാലും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തായിരുന്നാലും അതാണ് മരണം. ഒരിക്കലും മരിക്കരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിലും നിങ്ങളായിത്തീർന്നത് മരണമാണ്. അതുകൊണ്ടാണ് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ പല വഴികളും നോക്കുന്നത്. നിങ്ങൾ സ്വയം ബന്ധപ്പെടുത്തുന്ന ഏത് വസ്തുക്കളും, നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്തുക്കളും, അവയെല്ലാം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നവയാണ്. ഒന്നാമത്തേത്, രണ്ടാമത്തേത്. കാര്യങ്ങൾ തോന്നുന്നതുപോലെയല്ല. ഇതാണ് മരണം.
മരണമെന്നാൽ ഇപ്പോൾ ഉള്ളത് നാളെ ഉണ്ടാകില്ല. നമ്മൾ ഏത് വിഷയങ്ങളുമായി ഐക്യപ്പെട്ടാലും അവയെല്ലാം ഒന്നു തന്നെയാണ്. ഇപ്പോൾ കാണുന്നത് പോലെ അല്ല നാളെ. അവന് അങ്ങനെയായിരുന്നു, ഇന്നും അങ്ങനെയല്ല. അവന് അങ്ങനെയായിരുന്നു, ഇന്നും അങ്ങനെയല്ല. ഇതാണ് മരണം. അതിനാൽ നിങ്ങളുടെ അജ്ഞതയെ മുറിക്കുന്നത് അമൃതാണ്. ഇവിടെ അമൃതിനെക്കുറിച്ചുള്ള ഗവേഷണം തന്നെയും അതിലുപരി ഈ ലോകത്തെക്കുറിച്ചുള്ള എല്ലാ വിശ്വാസങ്ങളെയും ഇല്ലാതാക്കേണ്ടതുണ്ട്. തന്നെക്കാൾ സത്യത്തോടുള്ള വിശ്വസ്തതയും സ്നേഹവും ഉള്ളപ്പോൾ മാത്രമേ ഈ ഗവേഷണം തന്നെ സാധ്യമാകൂ. ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം, ദേവന്മാർ സത്യം കേൾക്കുന്നു. അവർ തങ്ങളെക്കാൾ മഹാദേവനെ കേൾക്കുന്നുവെന്നാണ്. അതുകൊണ്ടാണ് അവർ ദൈവമായത്. ഒരമ്മയ്ക്കുള്ള 2 മക്കളാണവർ. ഇതൊക്കെ അറിയാമല്ലോ അല്ലേ? ഒരേ അമ്മയ്ക്ക് 2 പുത്രന്മാരാണ്, ഒന്ന് ദേവനും ഒന്ന് അസുരനും. ഇത് വ്യക്തമാണോ നിങ്ങൾക്ക്? കഥയുടെ എല്ലാ ഭാഗങ്ങളും അതുപോലെ തന്നെ വളരെ അമൂർത്തമായ അർത്ഥവും നിങ്ങളോട് പറയുവാൻ കഴിയുന്നതല്ല. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് 4 തുള്ളികളുള്ളത്, 6 അല്ലേന്ന്? അപ്പോൾ അതിലർത്ഥമില്ല. 4 എന്ന് പറഞ്ഞാൽ 4. 4 എന്നാൽ തുരിയ എന്ന് ഇപ്പോൾ കരുതരുത്. പ്രശ്നത്തെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. പ്രസക്തമായത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എല്ലാം ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. എല്ലാത്തിലും സമയവുമായി ബന്ധമുള്ള എന്തെങ്കിലും ഉണ്ടെന്നും സമയത്തിൽ നിന്ന് സ്വതന്ത്രമായ എന്തെങ്കിലും ഉണ്ടെന്നും പലതവണ പറയപ്പെടുന്നു. ഇനി ചോദിക്കൂ, ഇത്രയധികം മലകൾ എന്തിനാണ് മന്ദാരച്ചാൽ മാത്രം പിടിച്ചത്? വേറെയും ആകാമായിരുന്നു. എന്തുകൊണ്ട് മറ്റൊന്നും ചെയ്തില്ല? ഇതിനുത്തരമില്ല. ഇതെല്ലാം സമയവുമായി ബന്ധപ്പെട്ടതാണ്. ഇതെല്ലാം സന്ദർഭോചിതമായ കാര്യങ്ങൾ മാത്രമാണ്. കാലാതീതമായ അർത്ഥമോ സത്തയോ ഇല്ലാത്തവ. കാലാതീതമായ പ്രാധാന്യമുള്ള കാര്യം അമൃതാണ്. ആ അമൃത് വിഷത്തിന് ശേഷം വരുന്നു. അമൃത് പ്രലോഭനത്തിന് ശേഷം വരുന്നു. നിങ്ങൾ ഭയപ്പെട്ടാൽ നല്ലതാണോ? ഭയപ്പെടുന്നവർ മരിക്കുന്നു. നോക്കൂ, പുരാണങ്ങൾ പറയുന്നത്. ഗബ്ബർ സന്തോഷവാനായിരുന്നു. ആചാര്യജി പ്രണാമം. എനിക്ക് ചോദിക്കാനുള്ളത് എന്തെന്നാൽ, ഒരു രാക്ഷസൻ അമൃത് കുടിച്ചതുപോലെ നമ്മുടെ ഉള്ളിലും അഹങ്കാരം എന്നൊന്നുണ്ട്. അതും ഈ അമൃത് കുടിച്ചതുപോലെ. അങ്ങനെ ഒരു അർത്ഥമുണ്ടോ ഇതിന്? കാരണം നമ്മൾ കേട്ടിട്ടുള്ള എല്ലാ കഥകളും നമ്മളുമായി ബന്ധപ്പെട്ടതാണല്ലോ. കൂട്ടിച്ചേർക്കലുണ്ടെങ്കിൽ വേറൊരു ദിവസം വേറൊരു മൂഡിൽ പറയാം. ഒരുപക്ഷെ ഞാനും കൂട്ടിച്ചേർത്തേക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതിന് വലിയ പ്രാധാന്യമുണ്ടെന്ന്. ആലോചിക്കുക. താങ്കൾ പറഞ്ഞിരുന്നു എല്ലാ കാര്യത്തിലും ദേവന്മാരും അസുരന്മാരും ചേർന്ന് അതിനെ പിന്തുടരുകയാണ്. 4 തുള്ളികൾ 4 സ്ഥലങ്ങളിൽ വീഴുകയാണ്. പിന്നെ രാഹു, കേതു, ഗ്രഹണം, വലിച്ചു നീട്ടൽ, ഇതിനൊക്കെ ഓരോ അർത്ഥമുണ്ടാക്കാം. പക്ഷേ കേന്ദ്ര വിഷയം മുറുകെ പിടിക്കണം. ബാക്കി കഥയിൽ ഒരുപാട് കാര്യങ്ങൾ, കഥയും പൂർത്തിയാകണമല്ലോ. അപ്പോ ഒരുപാട് കാര്യങ്ങൾ അതിൽ ബാക്കിയുണ്ട്. വേദാന്തം നമുക്ക് എവിടെ വേണമെങ്കിലും ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ മൈക്ക് വെറുമൊരു ഉപകരണം മാത്രമാണ്. ഇവിടെ 3 പേർ, അവിടെ 3 പേർ ഇരിക്കുന്നത് ഷഡ്പരിപുക്കളാണ്. വലിച്ചു നീട്ടുവാൻ എത്ര വേണമെങ്കിൽ നീട്ടാം. അതിൽ തെറ്റൊന്നും സംഭവിക്കില്ല. നല്ലതേ ഉണ്ടാകൂ. കഥയുടെ എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് വേദാന്തം കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ശുഭകരമായ കാര്യമാണ്. ഇതിൽ ഈ അർത്ഥം എടുക്കാമോ? അതെ, എടുക്കൂ. പ്രകൃതിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാ കാര്യത്തിലും എടുക്കണമെന്നാണ്. കണ്ണട കാണാം, സ്പൂൺ കാണാം, എല്ലാറ്റിലും അതിൻ്റെ പ്രതീകാത്മകത ഉണ്ടെന്ന് പറയും. എല്ലാം പ്രതീകാത്മകമായാൽ വളരെ നല്ല കാര്യം. എല്ലാ കാര്യവും സൂചന നൽകണം. അഹം, ആത്മ, അഹങ്കാരം, സത്യം, പ്രേമം, നിഷ്ഠ, വളരെ നല്ലത്. എന്താണ് കുഴപ്പം? നന്ദി. നമസ്കാരം സർ. അലഹബാദ് പ്രയാഗ്രാജിൽ നടക്കുന്ന മാഘമേളയിൽ 50 കോടി ജനങ്ങൾ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏത് നദിയുടെ തീരത്താണോ ഇത് നടക്കുന്നത്
അത് ഗംഗാ നദിയാണ്. കുറച്ചുനാൾ മുൻപ് ഒരു NGT റിപ്പോർട്ട് വന്നിരുന്നു. നദിയിൽ കഴിയുന്ന ജീവികളിൽ 85% 1970-നും 2015-നും ഇടയിൽ ചത്തുപോയെന്ന്. അപ്പോൾ ഇത്രയും ആത്മീയമായ ഒരു രാജ്യം ശരിയായ രീതിയിൽ നദിയെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിക്കുവാൻ കഴിയില്ലേ? ആരാണ് ചെയ്യുന്നത്? നിങ്ങൾ ചെയ്യൂ. എല്ലാം ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യൂ. ഞാനും ചെയ്തേക്കാം. എന്റെ സമയം മുഴുവനും ഇപ്പോഴുള്ള കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ഇങ്ങനെ തന്നെ മുന്നോട്ടു പോകുവാൻ വേണ്ടി മാത്രമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. കുംഭമേളയിൽ പോയി ഇരിക്കുവാനും എന്നെ വച്ച് അവർക്ക് പ്രോഗ്രാം ചെയ്യുവാനും കുംഭമേളയിൽ ഇതൊക്കെയുണ്ട് എന്നൊക്കെ പറയുവാനും വേണ്ടി എനിക്ക് പോകുവാൻ കഴിയില്ല. NDTV റിപ്പോർട്ട് വന്നിരുന്നു. അതിൽ ഗംഗയിലെ വെള്ളം കുളിക്കുവാൻ യോഗ്യമല്ല എന്ന് പറയുന്നു. എന്നോട് എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ഇത് പറഞ്ഞതുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ സർ, ഇത്രയും ആളുകൾ എന്തിനാണ് ഞാൻ പോകുന്നത്? അവരെ അയച്ചതല്ല. എന്നോട് എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നത്? എന്തിനാണ് ചെയ്യുന്നതെന്ന് എന്നോട് ചോദിക്കുന്നതിന് പകരം ആചാര്യജി, നിങ്ങൾ അവരെ എന്തുകൊണ്ട് തടയുന്നില്ല എന്ന് ചോദിക്കാവുന്നതല്ലേ? അതെ, എനിക്കവരെ തടയുവാൻ കഴിയും. എങ്ങനെ തടയും? എങ്ങനെ തടയും? പറയൂ. എത്ര ഭയത്തോടെയാണോ നിങ്ങൾ ജീവിക്കുന്നത്? ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ തന്നെ ഈ കുറ്റവും കാണേണ്ടി വരുമെന്ന് കരുതുക. അവസരമുണ്ടായിട്ടും സ്വന്തം കൈകൊണ്ട് അവസരത്തെ കൊല ചെയ്തുവെന്ന്. ഒരവസരം നഷ്ടപ്പെടുത്തുക. മറ്റൊന്ന്, അവസരത്തിന്റെ കഴുത്ത് ഞെരിക്കുക. സർ, ജനസംഖ്യയുടെയും വളർച്ചയുടെയും കാര്യം പറഞ്ഞപ്പോൾ അധ്യക്ഷൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. 2.1 ഫെർട്ടിലിറ്റി റേറ്റ് താഴേക്ക് പോകുന്നത് ഹിന്ദുക്കൾക്ക് അത്ര നല്ലതല്ല എന്ന്. എന്നോട് എന്തിനാണ് ഇതെല്ലാം ചോദിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ആരാണോ പറഞ്ഞത്? എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നും നിങ്ങൾക്കറിയാം. അവരെന്തുകൊണ്ടാണ് പറഞ്ഞതെന്നും അവർക്കറിയാം. ഇതിൽ എനിക്കെന്താണ് പറയുവാൻ സാധിക്കുക? അതെ, എനിക്ക് ഒരുപക്ഷെ അതെല്ലാം തടയുവാൻ സാധിക്കും, മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കും. എനിക്ക് സമയവും സാഹചര്യവും കിട്ടിയാൽ, നിങ്ങൾ വന്ന് എന്റെ കാര്യങ്ങളിൽ എന്റെ മുന്നിൽ തന്നെ ഔട്ട്റേജ് ചെയ്താൽ, അതുകൊണ്ട് എന്താണ് നേടുവാൻ സാധിക്കുക? ഒരുപാട് തെറ്റ് സംഭവിക്കുന്നു. ഇതുകൊണ്ട് എന്താണ് നേടുവാൻ സാധിക്കുക? നിങ്ങൾ എന്നോട് എന്താണ് പറയുന്നത്? ആ കാര്യം ഞാൻ തന്നെയല്ലേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്? നദി മലിനമാകുന്നത് ഞാൻ തന്നെയല്ലേ പറഞ്ഞത്? മതത്തിന്റെ പേരിൽ വിഡ്ഢിത്തം കാണിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നോട് എന്തിനാണ് പറയുന്നത്? എന്റെ കൂടെ നിങ്ങൾ നിൽക്കുന്നുവെന്ന് പറയൂ. അത് പറയുന്നതിന് പകരം എന്നോട് ഇത് പറയൂ, ലോകം വളരെ മോശമാണ്. നിങ്ങൾക്ക് ലോകം മോശമാണെന്ന് തോന്നുന്നില്ല? ലോകം മോശമാണെന്നും ഞാൻ തന്നെയല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞ കാര്യം തിരിച്ചു കൊണ്ടുവന്ന് എന്നെ കേൾപ്പിക്കുന്നത് കൊണ്ട് എന്താണ് നേടുവാൻ സാധിക്കുക? ഞാൻ നിങ്ങളോടാണ് സംസാരിക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് യുണൈറ്റഡ് നേഷൻസിൽ സംസാരിക്കാത്തത്? ഞാൻ ചോദിക്കുകയാണ്. അവിടെ പോയി നിൽക്കുന്ന ഓരോരുത്തരും പാർലമെന്റിനോട് സംസാരിക്കുന്നു, ബ്രിട്ടീഷ് പാർലമെന്റിനോട് സംസാരിക്കുന്നു, അമേരിക്കൻ പാർലമെന്റിനോട് സംസാരിക്കുന്നു. ഞാൻ എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? എന്നാൽ അവരൊരാളെ മാത്രം നോക്കുന്നില്ല, ആളുകളോടൊപ്പം ഉള്ളവരെ നോക്കുന്നു. അവനോടൊപ്പം അവരുടെ എത്ര ശക്തിയുണ്ട്, അവരിൽ എത്ര കഴിവുണ്ട്, എത്ര ആത്മാർത്ഥതയുണ്ട്, എത്ര ധൈര്യത്തോടെയാണ് അവർ മുന്നോട്ട് വന്ന് ഞങ്ങൾ കൂടെയുണ്ടെന്ന് പറയുന്നതെന്ന് നോക്കുന്നു. ഇക്കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഈ ഭൂമിക്ക് കൂടുതൽ പ്രയോജനമുണ്ടാകും. ഇക്കാര്യം ഞാൻ യുണൈറ്റഡ് നേഷൻസിൽ പറഞ്ഞാൽ കൂടുതൽ പ്രയോജനമുണ്ടാകുമോ? എങ്ങനെ പറയുമെന്ന് അത് നിങ്ങൾ തന്നെ പറയൂ.